ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൽ നമ്മൾ കുടൽനടക്കാവ് കഴിഞ്ഞു പന്തിരങ്കാവ് ഭാഗത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ പന്തിരങ്കാവ് പുതിയ ആയിട്ട് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പന്തിരങ്കാവ് അതേമാതിരി ഹൈലൈറ്റ് മാട് തൊണ്ടയാട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ പോക്കിൽ ഇതാ ഇവിടെ ഈ റോഡിൻ്റെ നടുക്കന്നെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. കുറേ കാലം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവർ രണ്ട് ഭാഗത്തും 6 വരി പാതയിൽ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ അത് ഓപ്പൺ ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പന്തിരങ്കാവിലൊരു ബ്ലോക്ക് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ ബ്ലോക്കിനൊക്കെ ഒരു പരിഹാര മാർഗം ഈ ഫ്ലൈ ഓവർ വന്നാൽ തന്നെയാണ്. നല്ല ബ്ലോക്കാണ് ഈ ഭാഗത്ത് ഏത് സമയത്തും. ബ്ലോക്ക് അങ്ങനെ തല വരെയുണ്ട്. നമുക്ക് ബ്ലോക്ക് കൂടെ അങ്ങോട്ട് പോകാം. നമ്മൾ നേരെ പോയി നോക്കട്ടോ. പന്തിരങ്കാവേ ഫ്ലൈ ഓവറിൻ്റെ മേലേക്കൊന്ന് കയറി നോക്കുക. നമ്മൾ രണ്ട് ഭാഗത്ത് ഈ ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞതാണ്. പന്തിരങ്കാവ് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ലാസ്റ്റ് ഫിനിഷിങ് വർക്കിലാണ്. അപ്പോൾ ഈ മഴൻ്റെ ഒരു വിഷയം കൊണ്ടാണ് ഇപ്പോൾ അത് വർക്ക് ഒരു സ്പീഡ് കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് പോയിന്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഫിനിഷിങ് ഘട്ടത്തിലാണ്. ഫ്ലൈ ഓവറിൻ്റെ മേലെ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഡിവൈഡറിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ വർക്ക് ബാക്കി കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിങ് പ്രവൃത്തികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഒരു മേറ്റ് വിരിച്ചിട്ടുണ്ട്. ആ മേറ്റിൻ്റെ മേലെയാണ് ഇപ്പോൾ ടാറിങ് അല്ല കേട്ടോ. ഈ അസ്പാൾട്ടിൻ്റെ മുന്നേ ഒരു മേറ്റ് എന്തോ ഒരു അത് വിരിച്ച് അതിൻ്റെ മേലെയാണ് ഈ അസ്പാൾട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടാറിങ് പ്രവൃത്തിയാണ് കാണുന്നത്. ഞങ്ങൾ ബൈക്കായിട്ട് വന്നപ്പോൾ ആ ബ്ലോക്കിൽ നിന്ന് ബൈക്കായിട്ട് ഞങ്ങൾ നേരെ പോന്നപ്പോൾ ഞങ്ങളാ ബൈക്കിൽ കുറേ ബൈക്കുകാർ വന്നു. അവരൊക്കെ ഇവിടെ തിരിച്ചു പോയി. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിത് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ട് നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ടാറിങ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴൻ്റെ ഒരു വിഷയം കൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോച്ച് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പന്തിരങ്കാവ് കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി നമ്മളിനി മാമ്പുഴ പാലം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനി പെൻഡിങ്ങിലുണ്ട് കേട്ടോ. ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങുകളാണ് മുന്നിൽ കാണുന്നത്. ഡക്കാത്ത് ഒരു സ്ഥാപനം ലെഫ്റ്റ് സൈഡിലുണ്ട്. മാമ്പുഴ പാലാണ് വരാൻ പോകുന്നത്. അതിൻ്റെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഒരു ഭാഗത്ത് അതിൻ്റെ ഫില്ലറുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല. ഇവിടെയാണ് ഒരു പ്രധാന ടേണിംഗ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് ഈ പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ്. ടോളും വരുന്നത് ഈ ഭാഗത്താണെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്.
കാര്യമായിട്ടുള്ളൊരു വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് വരാനുള്ളതാണ്. അപ്പോൾ ആ മിനി വെഹിക്കിൾ അണ്ടർപാസ് വരുന്നുണ്ടല്ലോ, അത്ര ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ് ഇവിടെ സർവീസ് റോഡും ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നിലവിലുള്ള ഹൈവേ കൂടെ തന്നെയാണ് ഈ ഭാഗത്ത് വണ്ടി പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വീതി, ഇത് രണ്ട് ഭാഗത്തും 2 വരി പാതയുടെ വീതിയിൽ ലാൻഡ് മാർക്ക് ബിൽഡിംഗ് കഴിഞ്ഞ പാടെ ആ മെട്രോ ഹോസ്പിറ്റലിൻ്റെ മുൻവശമൊക്കെ 6 വരി പാത ആയിട്ടുണ്ട്. ദുബായ് നോക്കുന്ന മാതിരി ഒരു മിനി ദുബായ് ആയിട്ട് മാറിയിട്ടോ ഈ ഭാഗം. ഈ ഹൈവേയും ഇതൊക്കെ കാണുമ്പോഴേ കോഴിക്കോടിൻ്റെ സൗന്ദര്യം മുഖച്ഛായ തന്നെ മാറും. ഈ ഭാഗം ടൗണ് ഈ ഭാഗത്തേക്കായിട്ട് വരും. അതിന് മാത്രം ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മെട്രോ ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത്. മെട്രോ ഹോസ്പിറ്റലിന് നേരെ മുന്നിൽ കൂടെ സർവീസ് റോഡ് പോകുന്നത്, ഇപ്പോൾ ഈ കാറ് നിൽക്കുന്ന ഈ ഭാഗത്തു കൂടെയാണ് സർവീസ് റോഡ് പോകുന്നത്. ആ പാർക്കിംഗ് ഏരിയ ഒക്കെ പോകും. ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ ചെറിയൊരു വളവുണ്ടായിരുന്നു. ആ വളവിൻ്റെ അവിടെ ഒരു കരിമ്പാറ കൂട്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മാർബിൾ കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്ത് അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കുറേയൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കിട്ടോ. മേലെ കൂടെയാണ് സർവീസ് റോഡ് പോകുന്നത്. കുറച്ച് ഭാഗം കൂടി ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട് കരിമ്പാറ. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നുണ്ട്. ആ ഫ്ലൈ ഓവർ സൈബർ പാർക്കിൻ്റെ അവിടെയായിട്ട് അവസാനിക്കുന്നത്. ഹൈലൈറ്റ് മാളാണ് ഈ കാണുന്നത്. കുറച്ച് നീളത്തിലുണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവർ. 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ ഫ്ലൈ ഓവർ. 6 വരി പാതയിൽ സൈബർ പാർക്ക് കഴിഞ്ഞിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഇത് തിരക്കുള്ള ജംഗ്ഷൻ തന്നെയാണ്. ആ ജംഗ്ഷനിലാണ് ഈ ഫ്ലൈ ഓവർ വന്നത്. ഇവിടെയൊക്കെ അത് ആവശ്യമാണ്. 2 ഭാഗത്തും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞതാട്ടോ. ഇനി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഈ മഴക്കാലമൊക്കെ കഴിയും ഈ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും. എന്തായാലും 2025 നമുക്ക് ഏകദേശം ഇതിൻ്റെ ഫുൾ വർക്ക് തീരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. സൈബർ പാർക്ക് റൈറ്റ് സൈഡിൽ ഇതുവരെയാണ് അതിൻ്റെ വർക്കുകൾ. ഇനി ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ തന്നെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.